നമസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ അമ്മമാർ പരമ്പരാഗത ഭക്ഷണ രീതികൾ പകർന്നു നൽകണമെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും സൈബർ വിമർശനങ്ങൾക്കും വഴിവെച്ചതിന് പിന്നാലെ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്ത്. ചെങ്ങന്നൂർ ഡി. ചാർലി പമ്പ റെമിനൻസിൽ വെച്ച് നടന്ന 14ാമത് പമ്പ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് വിവാദങ്ങൾക്കാസ്പദമായ പരാമർശമുണ്ടായത്. പഴയകാല പാരമ്പര്യങ്ങളും തനിമയാർന്ന സംസ്കാരവും അടുത്ത തലമുറയിലേക്ക് ശരിയായ രീതിയിൽ കൈമാറേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നതിനിടെയായിരുന്നു മുഖ്യമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്തത്. കല ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായ കാര്യങ്ങൾ മുൻ തലമുറകൾ നമുക്ക് പകർന്നു തന്നതുപോലെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും, എന്നാൽ ഇന്നത്തെ കാലത്ത് ആരും അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടത്ര രീതിയിൽ പകർന്നു നൽകുന്നില്ലെന്നും അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി. ചില അമ്മമാർ വളരെ പ്രത്യേകതയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും അത് സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു കൊടുക്കാറില്ലെന്ന് താൻ പരാതിപ്പെടാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മക്കൾക്കോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായി കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ആൾക്കോ ആ ഭക്ഷണത്തിന്റെ പ്രത്യേകതയും അത് പാചകം ചെയ്യേണ്ട രീതിയും പറഞ്ഞു കൊടുക്കണം എന്നായിരുന്നു പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഈ പ്രസംഗത്തിൽ മകന്റെ ഭാര്യ എന്ന് എടുത്തു പറഞ്ഞത് കടുത്ത സ്ത്രീവിരുദ്ധതയാണെന്നും പാചകവും വീട്ടുജോലികളും സ്ത്രീകളുടെ മാത്രം ബാധ്യതയാണെന്ന കാലഹരണപ്പെട്ട ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷ കക്ഷികളും സാമൂഹിക മാധ്യമങ്ങളിലെ ഒരു വിഭാഗവും വലിയ വിമർശനം അഴിച്ചുവിട്ടത്. എന്നാൽ തനിക്കെതിരെ ഉയർന്ന സ്ത്രീവിരുദ്ധ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത്. താൻ പ്രസംഗിച്ചപ്പോൾ മകന്റെ ഭാര്യയ്ക്ക് മാത്രം എന്ന രീതിയിലല്ല സംസാരിച്ചതെന്നും മക്കൾക്ക് എന്ന് വളരെ വ്യക്തമായി ഉൾപ്പെടുത്തിയിരുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒരു പ്രസംഗത്തിൽ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി എന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതി വരുന്നുണ്ട്. അപ്പൊ പെൺകുട്ടികൾ മാത്രം അമ്മമാരുടെയോ അല്ലെങ്കിൽ മദർലോയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചാൽ മതി ചെയ്യാൻ പറഞ്ഞ ശരിയായോ? നിങ്ങളെല്ലാം വാർത്ത കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും അതിന്റെ വിഷ്വല് കണ്ടോ? വിഷ്വല് കണ്ടിട്ടാണോ നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്? പലരും പ്രതികരിക്കും. കാരണം പലരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പലരും പ്രതികരിക്കും. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ പ്രസംഗത്തിൻ്റെ ഭാഗം വായിക്കാം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. എൻ്റെ പ്രസംഗത്തിലാണ്. ചില അമ്മമാർക്ക് അവരുടെ പ്രത്യേകമായ ഡിഷ് ഉണ്ടാവും. അവർ പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അറിയാമല്ലോ, നിങ്ങളുടെയൊക്കെ അമ്മമാർ പ്രത്യേകമായിട്ടുള്ള ഉണ്ടാക്കി. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 27 വർഷമായിട്ടും എൻ്റെ നാവിലെ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമായിട്ട് എവിടെ അടയാളപ്പെടുത്തിയേക്കണം? അല്ലല്ലല്ല, കേട്ടോ, നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസ് കേൾക്ക്. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെൻറ്റൻസ് അവരുടെ മക്കൾക്ക്. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമാണോ? അല്ലല്ല, മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകൻ്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്? അല്ലല്ല, അതെന്താ? മക്കൾക്കെന്ന് പറഞ്ഞാൽ തെറ്റാണോ? അതിഥി പുതിയതായിട്ട് വരുന്നതല്ലേ? ഞാൻ പറഞ്ഞിട്ട് അത് കൊടുക്കണമെന്നാണ്, മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാം പെട്ടില്ലേ? നിങ്ങൾ മൈക്രോസ്കോപ്പ് അല്ലല്ല, കുറച്ച് ആളുകൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. മക്കൾക്കത് പകർന്നു കൊടുക്കണം. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. മക്കൾക്കത് പകർന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കൗശലത്തോടുകൂടി ഈ സ്ത്രീവിരുദ്ധ എന്ത് സ്ത്രീവിരുദ്ധ പരാമർശമാണുള്ളത്? ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണമെന്ന് പറയില്ലേ? നിങ്ങൾ ഇത്രയും താഴോട്ട് പോകരുത്. എടാ, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഞാൻ പറയാ, നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി പോകും. അല്ലല്ല, വെയിറ്റ് എൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും പോവില്ല. എൻ്റെ വിശ്വാസ്യതയും എനിക്ക് ഈ നിലപാട്. എന്നിട്ട് പറയാണ്, ഞാൻ സ്ത്രീകളെ KSRTC ബസ്സിൽ കയറ്റി 16ാം നൂറ്റാണ്ടിൽ കൊണ്ട് സ്ത്രീകളെ KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഐ ഹാവ് ഓൾറെഡി ആൻസേർഡ്. ഇനി വേറെ എനി മോർ ക്വസ്റ്റ്യൻ? ഇല്ല, ഇത് അനുവദിക്കാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല.
നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാനൊരു പൊസിഷനിൽ നിന്ന് സംസാരിക്കുക. നിങ്ങൾ പത്രസമ്മേളനം ഇങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കി. ഞാൻ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഇരുന്ന് തന്നിട്ടില്ല ഇതുപോലെ നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറയാൻ. പക്ഷേ നിങ്ങൾ ആ മര്യാദ നിങ്ങൾ കൂടി കാണി. നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കുന്നത്?